6 പതിറ്റാണ്ടിലേറെ ഇന്ത്യൻ സംഗീത ലോകത്തെ തന്റെ അപൂർവ ശബ്ദമാധുര്യത്തോടെ സമ്പന്നമാക്കിയ ഇതിഹാസ ഗായിക എസ് ജാനകിക്ക് രാജ്യം കണ്ണീരോടെ യാത്രാമൊഴി ചൊല്ലുകയാണ്. പ്രിയ ഗായികയുടെ വിയോഗ വാർത്ത കൊച്ചുമകൾ അപ്സര അറിയിച്ചതിന് പിന്നാലെ മൈസൂരുവിലെ അപ്പോളോ ആശുപത്രിയിലേക്കും വസതിയിലേക്കും ആരാധകരുടെയും പ്രമുഖരുടെയും ഒഴുക്കാണുണ്ടായത്. സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ നിരവധി പ്രമുഖർ ഇതിനോടകം ജാനകി അമ്മയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇന്ന് രാവിലെ 8:30 മുതൽ മൈസൂരുവിലെ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ പൊതുദർശനത്തിന് സൗകര്യമൊരുക്കിയിട്ടുണ്ട്. തുടർന്ന് വൈകുന്നേരം ഔദ്യോഗിക ബഹുമതികളോടെയാണ് കനിയനഹുഡി ഫാം ഹൗസിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. 20ഓളം ഭാഷകളിലായി 20,000-ത്തിലധികം ഗാനങ്ങൾ ആലപിച്ച എസ് ജാനകി ഇന്ത്യൻ സംഗീത ചരിത്രത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ പിന്നണി ഗായികമാരിൽ ഒരാളാണ്. തലമുറകളെ വിസ്മയിപ്പിച്ച ആ അനന്യ ശബ്ദം ഇനി ഓർമ്മകളിൽ മാത്രം മുഴങ്ങും. മലയാളത്തിൽ 1957 പുറത്തിറങ്ങിയ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിലെ ഇരുൾ മൂടുകയോ എൻ വഴിയിൽ എന്ന ഗാനത്തിലൂടെയാണ് എസ് ജാനകിയുടെ തുടക്കം. തുടർന്ന് മൂടുപടം എന്ന ചിത്രത്തിലെ തളിരിട്ട കിനാക്കൾ തൻ, തച്ചോളിയൊതേനൻ എന്ന ചിത്രത്തിലെ അഞ്ജന കണ്ണെഴുതി, കാട്ടുപൂവ് എന്ന ചിത്രത്തിലെ സൂര്യകാന്തി, തറവാട്ടമ്മയിലെ ഒരു കൊച്ചു സ്വപ്നത്തിൽ, അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന ചിത്രത്തിലെ താമരക്കുമ്പിളിലല്ലോ മമ ഹൃദയം തുടങ്ങി അനവധി ഗാനങ്ങൾ മലയാളികളുടെ ഹൃദയത്തിൽ ഇന്നും നിറഞ്ഞു നിൽക്കുകയാണ്. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം 4 തവണയാണ് എസ് ജാനകിയെ തേടിയെത്തിയത്. 1977 തമിഴ് ഗാനമായ സിന്ദൂരപ്പൂവയിലൂടെ ആദ്യ ദേശീയ പുരസ്കാരം നേടിയ അവർ തുടർന്ന് 1980 മലയാള ചിത്രമായ ഓപ്പോളിലൂടെ ഏറ്റുമാനൂർ അമ്പലത്തിൽ, 1984 തെലുങ്ക് ചിത്രമായ സിത്താരയിലെ വെന്നല്ലോ ഗോദാരി, 1992 തമിഴ് ചിത്രമായ തേവർ മകനിലെ ഇഞ്ചി ഇടുപ്പഴക എന്നീ ഗാനങ്ങളിലൂടെ ദേശീയ അംഗീകാരം വീണ്ടും സ്വന്തമാക്കി. ഇന്ത്യൻ സംഗീത ലോകത്ത് ഒരിക്കലും നികത്താനാകാത്ത ശൂന്യതയാണ് എസ് ജാനകിയുടെ വേർപാട് സൃഷ്ടിച്ചിരിക്കുന്നത്.